ഇവിടെ സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിലാണ് CPM-ന് വലിയ തലവേദന ഉള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 2021 2 തവണ തുടർച്ചയായി മത്സരിച്ച MLA ആളുകളെ മുഴുവൻ മാറ്റി. അതിൽ തലപ്പൊക്കം ഒന്നും നോക്കിയിട്ടില്ല. തോമസ് ഐസക്കിനെ പോലെ, G. സുധാകരനെ പോലെ, അങ്ങനെ EP ജയരാജനെ പോലെ വലിയ പാർട്ടിയിലും പൊതുമധ്യത്തിലും വലിയ തലപ്പൊക്കം ഉണ്ടായിരുന്ന നേതാക്കളെ മുഴുവൻ മാറ്റിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കിയത്. ആ സ്ഥാനാർത്ഥി പട്ടികയാണ് 2016 കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടെ അധികാരത്തിൽ വരുന്നത്. മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ മന്ത്രിമാരായിരുന്നവരെ മുഴുവൻ മാറ്റി. KK ശൈലജ ടീച്ചർ കഴിഞ്ഞ 2016-2021 മന്ത്രിസഭയിൽ വലിയ ഇമേജ് ഉണ്ടാക്കിയ മന്ത്രിയെ ഒരു തരത്തിലും എടുക്കില്ല എന്നുള്ള തീരുമാനം എടുത്തു. വളരെ വളരെ സ്ട്രിക്റ്റായിട്ട് തീരുമാനിച്ചു. ആകെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് മത്സരിച്ചത്. കഴിഞ്ഞ ദിവസം മനോരമയുടെ കോൺക്ലേവിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തുടർച്ചയായി ഒരു പദവിയിൽ ഒരാളെ ഇരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ രീതിയല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ 2 പേരെ 2 വട്ടം തുടർച്ചയായി മത്സരിച്ച് ജയിച്ച ആളുകളെ മാറ്റുക എന്നുള്ളത് ഇത്തവണയും ഒരു എന്താ പറയുക മാനദണ്ഡമാക്കിയിട്ട് CPM തുടരും എന്ന് തോന്നുന്നുണ്ട്. 3ാം ടേം ലക്ഷ്യമുണ്ട് അവർക്ക്. അതെ, അത് ഉറപ്പായിട്ടും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് ഒരു തുടർച്ചയായിട്ടുള്ള ഭരണം തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കോൺഗ്രസ് ഇപ്പോൾ കരുതുന്ന പോലെ തന്നെ എങ്ങനെ അത് ജയിപ്പിച്ചെടുക്കാമെന്ന ചിന്തയിൽ തന്നെയാണ് CPM. അതുകൊണ്ടാണ് അവർ ഈ തീരെ ആരോഗ്യകരമായ എന്താ പറയുക അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലല്ലെങ്കിൽ പോലും പിണറായിയെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോകുന്നു. അവർ 75 കഴിഞ്ഞ ആളുകളെ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് മാറ്റുക, 2 ടൈമുള്ളവരെ പാർലമെന്ററി രംഗത്ത് നിന്ന് മാറ്റുക എന്നുള്ളൊരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ വന്നത്. അത് ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ അതിനോട് പോലും നമ്മുടെ എന്താ പറയുക പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ പോലും മുഖം തിരിഞ്ഞു നിന്നു. ഈ G. സുധാകരനൊക്കെ ഇപ്പോഴും അതിന്റെ ചുരുക്കമായി നടക്കുന്നുണ്ട് 4-5 വർഷം കഴിഞ്ഞിട്ടും. അപ്പൊ അത് MLA 2 തവണ മന്ത്രിയായി. പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ട് പോലും അത് ദഹിക്കാൻ കഴിയാത്ത തരത്തിൽ ഇദ്ദേഹമൊക്കെ പുറത്തെങ്കിലും പറയുന്നുണ്ട്. മിക്ക ആളുകളും പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ, ഉള്ളിലോ അതുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും എന്താ പറയാ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു അധികാരമോഹമോ അല്ലെങ്കിൽ സ്ഥാനലബ്ധി മോഹമോ ഒക്കെ തന്നെയായിരിക്കും. നമ്മളപ്പോൾ അതിനെ അഴിമതി കാണിക്കാനുള്ള വ്യഗ്രതയായിട്ട് കൂട്ടണ്ട. G. സുധാകരനൊന്നും അങ്ങനെ അഴിമതി കാണിക്കാനൊന്നും ആയിരിക്കില്ല. പക്ഷെ ഒരു പദവി ഉണ്ടാവുക എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ത്വരയാണിത്. അത് സ്വാഭാവികമായിട്ടും. ഇനി അതല്ലെങ്കിൽ തന്നെ ഈ ഒരു ടൈമിൽ ഇതേ അവസ്ഥയിൽ മാറ്റി വരികയാണെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം പല സീറ്റുകളിലും ഇതേപോലെ ഇപ്പം അവളുടെ ഏതാണ്ട് സ്വന്തം സ്ഥലമായിട്ട് കോൺഗ്രസ് നേതാക്കൾ വെച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലകളുണ്ടാവും. അവിടെയൊക്കെ പോയി അവരെ അടിച്ച് വിൻ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പുതുമുഖത്തിനുള്ള സാധ്യതയേക്കാൾ ഇപ്പുറത്തുള്ള ഒരു കരുത്തനെ ആയിരിക്കും അതിന് കൂടുതൽ സാധ്യതയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ചിലർക്ക് ഇത് മാറ്റി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു കുറെ കൂടി ചിത്രം തെളിയുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു കടുംപിടുത്തത്തിൽ നിന്ന് അവർക്ക് മാറി നിൽക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അത്രയും കടുംപിടുത്തം പിടിച്ചുകൊണ്ട് പലപ്പോഴും പ്രായോഗികമായിട്ട് ഏറ്റവും പല മണ്ഡലത്തിൽ സേഫായ മണ്ഡലങ്ങളിൽ പറ്റും. അവരുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, കല്യാശ്ശേരി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് പറ്റും. പക്ഷേ തളിപ്പറമ്പ്, മട്ടന്നൂർ ആ ഏരിയയിലൊക്കെ പറ്റുമായിരിക്കും. തെക്കോട്ട് പോകുമ്പോൾ നടക്കില്ല. തെക്കോട്ട് പോകുമ്പോൾ അവർ അതിനകത്തുനിന്ന് എന്തായാലും കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ച് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ആളുകളെ കൺസിഡർ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 3ാം ടേമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വലിയ ക്രൈസിസുകൾ LDF സർക്കാർ നേരിട്ടിരുന്നു. അതിനെ മറികടക്കുന്നതിലോ അല്ലെങ്കിൽ അതിനെ നേരിടുന്നതിലോ കാണിച്ചൊരു വൈഭവത്തിൻ്റെ പ്രതിച്ഛായ അവിടെ ഉണ്ടായിരുന്നു. ഈ 2ാം ടേം കഴിയുമ്പോഴത്തേക്കും തുടർച്ചയായി 10 വർഷം ഭരിച്ചിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ട്. ഇപ്പോൾ ഒഡീഷയിലൊക്കെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ബിജു പട്നായിക് തുടർച്ചയായി ഭരിച്ച കാലത്തൊക്കെ അദ്ദേഹം ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സ്ട്രാറ്റജി തന്നെയായിരുന്നു. അതായത് തുടർച്ചയായി മത്സരിക്കുന്ന MLA-മാരെ മാറ്റുക, എന്നിട്ട് പുതിയ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഇത്തവണ LDF ആ സ്ട്രാറ്റജി സ്വീകരിക്കും, അതോ ഇപ്പോൾ സുഭാഷ് സൂചിപ്പിച്ച പോലെ ചിലയിടത്തെങ്കിലും എന്താ പറയുക ജനങ്ങളുമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുമായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസിയെ നെർച്ചർ ചെയ്യുന്ന MLA-മാർ അവരെ നിലനിർത്തി കൊണ്ടുപോകുമോ? അല്ല, ഇപ്പോൾ ഇതിപ്പോൾ 2 കാര്യങ്ങളല്ല. ഒന്ന്, പാർട്ടി തീരുമാനിച്ച മാനദണ്ഡം അത് പാലിക്കണം. 2ാമത്തത് തിരഞ്ഞെടുപ്പ് വിജയിക്കണം.